ഓണത്തിനും വിഷുവിനും സദ്യക്കൊക്കെ ഉണ്ടാക്കണം നല്ല അടിപൊളി നാരങ്ങ കറി ഉണ്ടാക്കിയാലോ. ചിലർ വടുവപ്പുളി എന്ന് പറയും, വടുകപ്പുളി എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ വടുവപ്പുളി എന്നാണ് പറയുക. ഇതാദ്യം തന്നെ നല്ല തിളച്ച വെള്ളത്തിൽ നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം അതിൻ്റെ തൊലി സോഫ്റ്റ് ആവണ വരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി വെക്കുക. പിന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 2 സ്പൂണോളം മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള പൊടിയാണ്, അതും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട്, കരിയാൻ പാടില്ല കേട്ടോ, നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഈ നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതും നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഒരു ചട്ടി ചൂടാക്കിയിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഒരു 4-5 കാന്താരിമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കത് ഈ നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 1/2 സ്പൂണോളം ഉലുവപ്പൊടി 1/2 സ്പൂണോളം കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക.